ഇനി ഇതിൽ ചേർക്കേണ്ട ഒരു പ്രധാന ഘടകം കുറച്ച് തേങ്ങ കൊത്തിയെടുത്തതാണ്. തേങ്ങ ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ കവറിലിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ കുറേ ദിവസം നമുക്കത് ഉപയോഗിക്കാം. അപ്പോഴെങ്കിലും സൗകര്യം സമയം കിട്ടുമ്പോൾ നമ്മളുടെ ജോലി തിരക്കിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ അരിഞ്ഞെടുക്കാനുള്ള സാവകാശം പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ അരിഞ്ഞ് ഒരു കവറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അത്യാവശ്യത്തിനൊക്കെ എടുക്കാൻ പറ്റും. കറിക്ക് കുറച്ച് രുചി കൂടാനൊക്കെ ഇത് വളരെ സഹായകമാണ്. ഇതിങ്ങനെ നന്നായിട്ട്, അപ്പോൾ വെളുത്തുള്ളി ഇതിൽ ഞാൻ അരിഞ്ഞിട്ടില്ലല്ലോ, ഇനി മുഴുവനായിട്ട് ഇട്ടേക്കാണ്. അങ്ങനെ അല്ലാതെ ഇത് വട്ടത്തിൽ എരിഞ്ഞിട്ട് അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ തന്നെ. പക്ഷെ വെളുത്തുള്ളി മുഴുവനായിട്ടാകുമ്പോൾ ഇങ്ങനെ സ്റ്റൂവിലാകുമ്പോൾ അങ്ങനെ തിന്നാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളും മുതിർന്നവരും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയും ചെയ്യാം. നമ്മൾ കുറച്ച് പുതിനയില കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. മട്ടണിന് പ്രത്യേകിച്ചും പുതിനയില കൂടുതൽ ചേർക്കണം. അതുപോലെ കരിവേപ്പില നന്നായിട്ട്. ഇപ്പം ഉള്ളിയിൽ ഇതെല്ലാം കൂടി പിടിക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച മട്ടനാണ്. മട്ടൺ കുറച്ച് വേവ് കൂടുതലുണ്ടല്ലോ, അതുകൊണ്ട് കുക്കറിൽ 2-3 വിസിൽ കേൾക്കുന്നത് വരെ അത് വേവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മട്ടൺ അധികം വേകാതെ ഇരുന്നാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയും. നന്നായിട്ട് വേവിച്ചിട്ട് വേണം കൊടുക്കാൻ. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കാനുള്ള അടച്ചു വെച്ച്, ഈ നോൺ കഴിക്കാത്ത അമ്മമാരുണ്ടാവുമല്ലോ, ധാരാളം നോൺ കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഞാനും ഇങ്ങനെയുള്ള ആളാണ്. അപ്പോൾ നോൺ കഴിക്കാത്ത ആൾക്കാർക്ക് നമുക്ക് ഇതിന് എല്ലാ ടേസ്റ്റും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇതിന് ഈ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഉപ്പും മസാലയും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ അത് കറി ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഗന്ധം നമുക്ക് അത് കാണുമ്പോൾ അറിയാം. അതിൻ്റെ ആ ഒരു നല്ല ഫീൽ കിട്ടും ആ മണം വരുമ്പോൾ തന്നെ. അപ്പോഴേ ഇതിലേക്ക് മട്ടൺ ഇടാവും. ഇത് അങ്ങനെയുള്ള അമ്മമാർക്കുള്ള ഒരു പൊടിക്കൈയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് ടേസ്റ്റ് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ചൂടൊന്ന് കുറച്ച് വയ്ക്കാം. മട്ടനൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. അധികം എരിവ് വേണ്ടല്ലോ, സ്റ്റൂ ആകുമ്പോൾ അധികം എരിവ് വേണ്ട. നേരത്തെ വേവിച്ച് വെച്ചത് കൊണ്ട് നന്നായി. അതിൽ കൂടുതൽ ഈ തേങ്ങ കൊത്തിടുന്നത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ഈ പൊന്തമുളക് ഇങ്ങനെ വെറുതെ പെറുക്കി തിന്നാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് അത് നമ്മളുടെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് നമുക്കതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയാം എങ്ങനെയാണ് ഈ സ്റ്റൂ ഇതുവരെ ആയതെന്ന്. അപ്പം ആദ്യം മട്ടൺ നന്നായിട്ട് വേവിച്ചപ്പോൾ അതിലെ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് വേവിച്ചതാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് വഴറ്റി പൊന്തമുളകും ഇട്ടു. ഈ തേങ്ങാക്കൊത്ത് ഇടണം എന്ന് താല്പര്യമുള്ളവ കിട്ടാൻ മതി, അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു സ്വാദ് കൂടും. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം അതുപോലെ ഈ ഉള്ളിയുടെ അളവും കൂട്ടാൻ കേട്ടോ. ഉള്ളിയുടെ അളവ് കൂടുതൽ ആക്കിയാൽ കുറച്ചും കൂടി ആ ഗ്രേവി ഒന്ന് കുറുകിയിരിക്കും. അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് വഴറ്റി എടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ വേഗം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇതൊരു സ്പെഷ്യൽ സ്റ്റൂ ആണ് മട്ടൺ. ഇപ്പം അധികം എരിവ് വേണം അല്ലെങ്കിൽ എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്ക് കുറച്ചും കൂടി മീറ്റ് മസാല ചേർക്കാം, കുരുമുളക് പൊടി ചേർക്കാം, ഈ മുളകിൻ്റെ എണ്ണം കൂട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിപ്പം നന്നായിട്ട് കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്. ഗ്രേവി അധികം അതായിട്ടില്ല. മട്ടണൊക്കെ അങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യം ഉണ്ടാവും. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ വേഗം തയ്യാറാക്കാൻ സാധിച്ച ഒരു റെസിപ്പിയാണിത്. ഒന്നുകൂടി പറയാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന്. മട്ടൺ
1 കപ്പ് മട്ടൻ എടുത്തു. മട്ടൻ നന്നായിട്ട് വേവിച്ച കുക്കറിൽ വേവിച്ചെടുത്തതാണ് മട്ടൻ. ഉപ്പും മഞ്ഞളും കുരുമുളകും ചേർത്ത് നന്നായിട്ട് വേവിച്ചതാണ് മട്ടൻ. ചെറിയ ഉള്ളിയും സവാളയും നന്നായിട്ട് വഴറ്റിയിട്ട് അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, കൊന്തൻ മുളക്, പിന്നെ ഉപ്പ്, കുരുമുളക്, കുറച്ച് മഞ്ഞളും മീറ്റ് മസാലയും ഇട്ടു നന്നായിട്ട് വഴറ്റി ഇലകളെല്ലാം മല്ലി, പുതിന, കറിവേപ്പില ഇലകളെല്ലാം ചേർത്തു. എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റി എടുത്തതിന് ശേഷം ആണ് അതിലേക്ക് വേവിച്ചു വെച്ച മട്ടൻ ഇട്ടത്. മട്ടൻ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് അതിലെല്ലാം പിടിച്ച് കഴിഞ്ഞപ്പോൾ അധികം എരിവില്ലാത്ത ഒരു രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാം പിടിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇപ്പം നമുക്ക് ചാറ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ കലക്കി ഒഴിക്കാം. പിന്നെ അതൊരു സെർവിങ് ട്രേയിലേക്ക് മാറ്റി. ഇതൊരു സെർവിങ് ട്രേയിലേക്ക് പകർന്നു. നമുക്ക് കുറച്ച് മല്ലിയില തൂകി ഡെക്കറേറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ സ്റ്റൂ തയ്യാറാക്കി കഴിയുമ്പോൾ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ തയ്യാറാക്കി കഴിയുമ്പോഴാണെങ്കിൽ നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഇത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മട്ടൻ സ്റ്റൂ ആണ്, സ്പെഷ്യൽ മട്ടൻ സ്റ്റൂ ആണ് തയ്യാറാക്കിയത്. അപ്പോൾ അതിൽ സാധാരണ സ്റ്റൂവിൽ ചേർക്കാത്ത പോലെ നമ്മൾ മഞ്ഞൾ ചേർത്തു, മസാലയൊക്കെ ചേർത്തു. അതുകൊണ്ട് അവസാനം ഇത് എണ്ണയിലാണ് നമ്മൾ ഉള്ളി വഴറ്റിയതൊക്കെ. അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് അവസാനം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. മല്ലിയില ഇട്ടു, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള അല്ലാതെ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ചേർത്താലേ ആ സ്റ്റൂവിന്റെ ഫൈനൽ സ്റ്റേജ് ആകൂ എന്ന് വിചാരിക്കരുത്. ഇപ്പം എല്ലാം ചേർത്ത് വഴറ്റിയെടുത്തത് കൊണ്ട് പാത്രത്തിലേക്ക് പകർന്ന് കുറച്ച് മല്ലിയില മാത്രം. അപ്പം അതിൻ്റെ ആ ഒരു മണവും കൂടിയല്ല കിട്ടാൻ വേണ്ടിയാണ്. വളരെ വേഗം തയ്യാറാക്കാൻ സാധിച്ച ഒരു സ്പെഷ്യൽ സ്റ്റൂ ആണ്. നിങ്ങളും ഇത് പരീക്ഷിച്ചു.